നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമുക്ക് കർമ്മനിരതരാകാനോ ലക്ഷ്യങ്ങളിലെത്താനോ സാധിക്കുമോ? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആ പൂമ്പാറ്റ തേനീച്ചയുടെ അടുത്തെത്തിയപ്പോൾ പലതരത്തിലുള്ള ഈച്ചകൾ ആ പരിസരത്ത് പറന്നു നടക്കുന്നത് കണ്ടു. പൂമ്പാറ്റ റാണി ഈച്ചയോട് ചോദിച്ചു, മറ്റു ഈച്ചകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് നിങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നില്ലേ? അവർക്ക് നിങ്ങളോട് അസൂയ തോന്നാറില്ലേ? നിങ്ങളുണ്ടാക്കുന്ന ശബ്ദത്തെക്കുറിച്ച് അവർ പരാതി പറയാറില്ലേ? അപ്പോൾ റാണി പറഞ്ഞു, ഞങ്ങൾ അവരോട് സംസാരിച്ച് സമയം കളയാറില്ല. മാലിന്യത്തെക്കാൾ നല്ലത് തേനാണെന്ന് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയുമില്ല. തങ്ങളുടെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. ചിലർ മാത്രം മറ്റുള്ളവരുടെ രീതികളെയും കൂടി അംഗീകരിച്ച് സ്വന്തം ശൈലികളെ മുറുകെ പിടിക്കും. ആരെയും അംഗീകരിക്കാതെ സ്വന്തം കർമ്മങ്ങളിൽ മാത്രം അഭിരമിക്കുന്നവരെ ആർക്കും ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനാകില്ല. തങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നും തങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നവരാണവർ. എല്ലാവരെയും ബോധ്യപ്പെടുത്തി ആർക്കും കർമ്മനിരതരാകാനോ ലക്ഷ്യങ്ങളിലെത്താനോ കഴിയില്ല. അവനവനെ ബോധ്യപ്പെടുത്തുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഏക പോംവഴി. നമുക്ക് മറ്റുള്ളവരെയും ഉൾക്കൊള്ളാൻ ശീലിക്കാം. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.